ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ചായ വെച്ച് ചായയൊക്കെ ചൂടാക്കി കുടിച്ചു. ഒപ്പം നല്ല ദോശയും നല്ല മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. അത് നേരെ ടർഫിൽ പോയപ്പോൾ അവരത് ഗെയിം കളിക്കുന്നു, ഒരാൾ ഗെയിം കളിക്കുന്നു, ഒരാൾ ഫോണിൽ റീൽസ് കാണുന്നു. അതങ്ങനെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ചായയൊക്കെ പറഞ്ഞു. കോഫി സോങ്ങിലെ ചായയാണ്, കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാ പ്രാവശ്യം കുടിക്കുന്നതാണ്. സൺഡേ ഷെമിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊത്തുള്ളി മിച്ചറൊക്കെ പറഞ്ഞ് മിച്ചറും കൂട്ടി കളിച്ചു. ആ മിച്ചർ ഒന്നും ആവശ്യമില്ല, അവർ തമ്മിൽ പഞ്ചുസ്തി കളിച്ചിട്ട് ആർക്കും ജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ പഞ്ചുസ്തി അങ്ങനെ നിന്നു. പഞ്ചുസ്തി കഴിഞ്ഞിട്ട് ആ ഒരു ഇതിൽ ബാക്കി വന്ന് മിച്ചർ അരിച്ച് പെറുക്കി ഷാഫി അങ്ങോട്ട് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ട്സൊക്കെ എത്തി. അവരൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വെറ്റിലപ്പാറയുള്ള കന്നാസുംകുണ്ടിലോട്ടാണ്. അത് മുപ്പത്തേക്കും പെരും മഴയൊക്കെ പെയ്തു. കന്നാസുംകുണ്ടേക്ക് പോകുന്നതിന് ഒരു പാലം കടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കന്നാസുംകുണ്ടിലെത്തി. നല്ല വെള്ളച്ചാട്ടം. ഷാഫി ആദ്യം പോയി വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. നല്ല ആഴമുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഷാഫി പോയതുകൊണ്ട് തണുപ്പൊക്കെ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് നേരെ ബൗട്ടിയും പോയി ചാടി. തൊട്ട് പിന്നാലെ ഓരോരുത്തർ ലാസ്റ്റ് ഷെമിയിലാണ് ചാടിയത്. ചാടി കഴിഞ്ഞിട്ട് പിന്നെ നേരെ അപ്പുറത്തെ പാറേൻ്റെ അവിടെ പോയിട്ട് ഓരോ ഗുസ്തി കാണിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. പക്ഷേ എൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല, മീൻസ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യം ഞാൻ കല്ലെറിഞ്ഞ് പുഴയിലോട്ട് തീർത്തു. എറിഞ്ഞു, കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. അവരാ സമയം അവിടെ നിന്നിട്ട് ചാടാനുള്ള തയ്യാറെടുപ്പിലേക്കായിരുന്നു. ഷാഫി കുറച്ചും കൂടെ പാറേൻ്റെ മേലിലോട്ട് കയറിയിട്ട് അവിടുന്ന് ചാടി. ആദ്യം ചാടിയത് ഷാഫി തന്നെയായിരുന്നു, വെള്ളത്തിലോട്ട് എടുത്തിട്ട്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. അവരൊക്കെ ആയിട്ട് പോയി അടിച്ച് പൊളിച്ച് നല്ലൊരു വൈബായിരുന്നു ആക്ച്വലി. മനസ്സിന് കുറേ സമാധാനവും നല്ല കളിയും ചിരിയും തമാശയ്ക്കായിട്ട് ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ചാടി. ഓരോരുത്തരും ചാടി, ഷെമിലും ചാടി. അത് കഴിഞ്ഞിട്ട് പഞ്ചുസ്തി തോറ്റ മത്സരം ഒന്നും കൂടെ മസിൽ ഉണ്ടാക്കിക്കൊണ്ട് ഷാഫി കല്ലെടുത്തിട്ട് ഇങ്ങനെ മസിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവരുടെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. റീൽസ് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ്. ഞാൻ വീഡിയോ ഇങ്ങനെ പുറത്ത് എനിക്കും കുറേ ചിരിയൊക്കെ വന്നു. എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ അവർ ഒരുമിച്ച് പാട്ട് പാടാൻ. പാട്ടൊക്കെ കഴിഞ്ഞ് നേരെ സോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ബൗട്ടിൻ്റെ കയ്യിൽ നിന്ന് ഫെയർ ലവ്ലീൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട് അത് തേച്ചു. ഷാഫി ആദ്യം മുഖത്തൊക്കെ തേച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഈ ഫെയർ ലവ്ലിയാണോ ഫേസ് വാഷ്? ഞാൻ ഒന്നും കൂടെ ഉറപ്പെടുത്തി. ആക്ച്വലി അത് ഫേസ് വാഷിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഹോട്ടലിലെത്തി. വെറ്റിലപ്പാറയിലുള്ള മലബാർ ഹോട്ടലിലെത്തി. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല പഴംപൊരിയും അതൊക്കെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത്. അവിടെ ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ചോറുമായിരുന്നു. ബിരിയാണീൻ്റെ ഒപ്പം കടായി ചിക്കനും പിന്നെ ബീഫും വന്നു. ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടായി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബീഫ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നുള്ളിപ്പറിക്ക് തീർക്കാനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റും കൂടെ ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൈയിട്ട് വാരി ഒരു നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ ചോറുണ്ണൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിച്ചു. പഴംപൊരിയും ചായ ലാസ്റ്റ് അതോടുകൂടി എൻ്റെ അപ്പ് ചെയ്തു. പിന്നെ ഞാൻ നേരെ പോയത് ഓഫീസിലോട്ടായിരുന്നു. കുറച്ച് വർക്കുകളും കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഫിറ്റ് ഗേറ്റ് തുറന്നു തന്നു. കണക്കൂട്ടലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഫിറ്റ് കൂടെ നേരെ ഒരു ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ ശുഭം.